അപ്പോൾ ഇന്ന് നമുക്ക് ചെറിയ വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ഒന്നുമില്ല, ഇന്ന് ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ നിൽക്കുവാണ്. ഈവനിങ് ഡ്യൂട്ടിയാണ്. ഇവിടെ ഒരു മണി കഴിഞ്ഞു, 1:15, 2 മണിക്കാണ് ഡ്യൂട്ടിക്ക് കയറേണ്ടത്. അപ്പോൾ ചെറിയൊരു മേക്കപ്പ് എങ്ങനെ റെഡിയാവും നോക്കാം. ഫസ്റ്റ് ഞാൻ മുഖമൊക്കെ നന്നായി കഴുകിയതാണ് കേട്ടോ. ഫസ്റ്റ് ഇവിടുന്ന് വാങ്ങിച്ചൊരു മോയ്സ്ചറൈസ് ക്രീമാണ്. അതെങ്ങനെ പ്രൊനൗൺസ് ചെയ്യണമെന്നില്ല, CIEN അങ്ങനെ ഒരു ബ്രാൻഡിൻ്റെ കേട്ടോ. എന്നാന്ന് തോന്നുന്നു. അങ്ങനെ നമ്മുടെ നാട്ടിലെ നിവ്യയുടെ ഒക്കെ ആ കൺസിസ്റ്റൻസിയിലുള്ള ഒരു വൈറ്റ് മോയ്സ്ചറൈസിങ് ക്രീം കേട്ടോ. ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ പൊതുവെ കുറച്ചധികം മോയ്സ്ചറൈസിങ് ക്രീം നമ്മൾ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ മുഖമൊക്കെ നല്ല ഡ്രൈ ആയിപ്പോവും. ഇവിടെ കുറച്ച് മഴയൊക്കെ ആയിരുന്നു ഗീസ്. വലിയ മഴയല്ല, എന്നാലും രാവിലെ ഒരു മഴ. അപ്പം മഴക്കോളൊക്കെ നിന്നിട്ട് അങ്ങനത്തെ ഒരു സൺലൈറ്റൊന്നും ഇല്ലാത്ത ദിവസമായിരുന്നു കേട്ടോ. പൊതുവെ സമ്മർ ഡേ ആണ് ഇന്നാവേണ്ടത്, പക്ഷെ മഴ പെയ്തു. പക്ഷെ നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെ വലിയ ശക്തമായ മഴയല്ല, ചെറിയ മഴ. പക്ഷേ നമ്മളത് കൈ കൊണ്ട് ഇങ്ങനെ ചെയ്തു. ചിലപ്പോൾ ഞാൻ ഈ ബ്ലെൻഡർ ഉപയോഗിക്കും കേട്ടോ. എന്ന് വെച്ചാൽ കൈ കൊണ്ട് കുറേ സമയം ചെയ്യേണ്ടി വരും ചിലപ്പോൾ. പക്ഷേ ബ്ലെൻഡർ ഈ സാധനം ഉപയോഗിക്കുമ്പോഴേ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് അബ്സോർബായി പോകുന്ന പറയണേക്കാം. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും മുഖം ശരിയായാൽ മതിയല്ലോ നമുക്കിപ്പോൾ. അപ്പോൾ ഞാൻ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശമൊക്കെ എല്ലാ സ്ഥലത്തും ഒരേപോലെ ആയിട്ടുണ്ട്. നെക്സ്റ്റ് യൂസ് ചെയ്യുന്നത് സൺസ്ക്രീൻ. ഇത് ഞാൻ നാട്ടിൽ നിന്ന് എൻ്റെ മുഖത്തൊരു പാട് വന്നപ്പോൾ ഒരു ഡോക്ടറെ കണ്ടു കേട്ടോ, ഡെർമറ്റോളജിസ്റ്റിനെ. അവർ സജസ്റ്റ് ചെയ്തതാണ്. 2 ഇങ്ങനത്തെ എന്താ പറയുന്നത് സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നു, 2 എണ്ണം. ഇട്ട് കൊടുക്കാം. ഇവിടെ വെയിലുള്ള സമയത്ത് കുറച്ച് നല്ല UV റേസൊക്കെയാണ്, കുറച്ച് നല്ല. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഇട്ടിട്ട് വേണം. ഇപ്പം ഞാൻ പിന്നെ ജസ്റ്റ് ഒരു ഇതിന് വേണ്ടിയിട്ടൊന്ന് കേട്ടോ, അല്ലെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ടിടണം. പൊതുവെ എനിക്കിങ്ങനെ ക്രീം സാധനങ്ങളൊക്കെ വലിച്ചു വരിയിടാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. കഴുത്തിലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബ്ലെൻഡ് ചെയ്തിട്ട് കാണിക്കാവേ. വീണ്ടും ഞാൻ സെയിം ബ്ലെൻഡർ എടുത്താണ് കേട്ടോ. പിന്നെ ബ്ലെൻഡർ എന്ന് തന്നെയല്ലേ പറയണേന്നാവും. എന്താണെങ്കിലും ആ സാധനം, ഈ സാധനം. അപ്പോൾ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ണെഴുതി കൊടുക്കാം. കണ്ണിന് ഞാൻ എടുക്കുന്നത് ഏതാണെന്ന് വെച്ചാൽ മാൾസിൻ്റെ. ഇതെനിക്ക് ഒരു ഫ്രണ്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. മാൾസിൻ്റെ ഒരു തരം കാജൽ സ്റ്റിക്ക്. ഒന്ന് എഴുതി കൊടുക്കാം. ഒരു കുഞ്ഞു വാല്, അതെനിക്ക് നിർബന്ധം എന്ന് പറഞ്ഞ പോലെ. കാണാൻ പോലും ഇല്ല, എന്നാലും അതിട്ട് കഴിഞ്ഞു. വലിയ സെറ്റപ്പൊന്നുമില്ല, എന്താ പറയുക, വലിയ ഭംഗിയൊന്നുമില്ല കണ്ണെഴുതിയേക്കണതാണ്. എന്നാലും ചുമ്മാ ഒരു കണ്ണെഴുതല്ല. അങ്ങനെ നമുക്കൊരു മസ്കാര ഇട്ട് കൊടുക്കാം. മസ്കാര ഏതാണെന്ന് കാണിക്കാൻ മറന്നുപോയി. ഇത് ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ചു കേട്ടോ. ഒരു മാക്സ് ആൻഡ് മോർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ കുറച്ച്
കുഴപ്പമില്ല, വാട്ടർ പ്രൂഫൊന്നും അല്ല കേട്ടോ, മോൻ കഴുകിയാൽ അങ്ങ് പോകും. അങ്ങനെ പിന്നെ നമുക്ക് ജസ്റ്റ് നാട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നതാണ് ബേബി ലിപ്സ്, ഒരു ലിപ് ബാം, കുറച്ച് ടിൻറ്റഡാണ്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടം കേട്ടോ. അതെന്ന് വെച്ചാൽ ലിപ്സ്റ്റിക് അല്ല, ഇത് ലിപ് ബാമാണ്. പക്ഷേ ഇതിനൊരു ചെറിയ ടിൻറ്റഡും കൂടെ ആകുമ്പോൾ ഇത് ഇട്ടുമ്പോൾ തന്നെ നമുക്ക് ഫുള്ളിങ്ങനെ അടിമുടിയായിട്ടൊരു, മനസ്സിലാവണ്ടോയെന്നറിയില്ല, നല്ല രസമുണ്ട്. ഇങ്ങനെ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് മുടി കെട്ടാൻ ഗൈസ്. മുടി എനിക്ക് കുറച്ച് നീളമുള്ള മുടിയായിരുന്നേ. ഇവിടെ വന്നിങ്ങനെ ഉപ്പ് വെള്ളം, ഇവിടെ എന്തോ ഒരു വെള്ളമാണ്, എന്ത് വെള്ളമാണെന്ന് എനിക്കറിയില്ല, ഭയങ്കര ഹാർഡ് വാട്ടറാണ്. മുടിയെല്ലാം കൊഴിഞ്ഞു പോയി. അപ്പോൾ ഞാൻ കുറേ വെട്ടിക്കളഞ്ഞു, മൊത്തം വെട്ടിക്കളഞ്ഞില്ല, അതും കുറച്ച് വെട്ടിക്കളഞ്ഞു, കുറച്ച് നീട്ടമൊക്കെ ഉള്ളു. പിന്നെ ഇവിടെ നമുക്ക് അല്ലെങ്കിൽ പിന്നെ അതുപോലത്തെ എല്ലാ സാധനം വേണം, എന്താ പറയണേ, മുടിയൊക്കെ നോക്കാൻ. അങ്ങനെ മുടി കുറച്ച് വെട്ടിക്കളഞ്ഞുള്ളൂ. പിന്നെ മുടിയല്ലേ വളർന്നുള്ളൂല്ലോ. ഞാൻ സാധാരണ ഇങ്ങനെയൊക്കെ എടുത്തിട്ട് പോണിറ്റയിലോ അല്ലേ അങ്ങനെ കെട്ടാറ് കേട്ടോ. അത് കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ ബാക്കിൽ മിറർ നോക്കി ചെയ്യുന്നേ, അതിൻ്റെ ഒരു ഉണ്ടാവും. അങ്ങനെ പോണിറ്റയിൽ പോലെ അങ്ങനെ കെട്ടൂട്ടോ. ഓക്കെ, ദെൻ 2 കുഞ്ഞ് സ്ലൈഡ് കുത്തും. അതെന്നാന്ന് വെച്ചാൽ ഇവിടെ എൻ്റെ മുടി ഫ്രണ്ടിൽ ഞാൻ കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ അതിങ്ങോട്ട് കൊണ്ടുപോയി, ചിലപ്പോൾ നമുക്ക് ഓരോ ഉറപ്പിന് വേണ്ടിയിട്ട് ഞാനതങ്ങനെ സേഫാക്കി വെച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ ലുക്ക്. ഓക്കെ, വേറെ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ഇതാണ് എൻ്റെ ഇവിടുത്തെ യൂണിഫോം. ഇവിടെ ടാഗൊക്കെ കിട്ടാനുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഓക്കെ, ബൈ.